ഇതാ മേരിയുടെ പുതപ്പല്ലേ? അല്ലേ? ആ, അത് തന്നെ എനിക്കും അറിയേണ്ടത്. അവളുടെ ഒരു പുതപ്പ്. ആ, ഇതാ പരമന്റെ ഭാര്യയല്ലേ? ഓളെവിടെയപ്പ രാവിലെ തന്നെ തുണി തൂക്കി പിടിച്ചോണ്ട് പോണ്. ഓ അതല്ല, നല്ല പരിചയ തുണിയാണ്. അതെ ചേട്ടാ. ചേട്ടാ എന്താ പ്രശ്നം? ആർക്കറിയാം? അറിയില്ലേ? പിന്നെ അങ്ങോട്ടേ വെച്ച് പിടിക്കുന്നു. ചേട്ടാ പറമ്പന്റെ ഓള് നേരെ കള്ളുപേരുടെ വീട്ടിലേക്കാ. ഇന്ന് ഓന്റെ കാര്യം കണക്കാ. അടുത്ത പണി വരുന്നുണ്ട്. ആശാരേ, നിങ്ങൾ ഓളതാ മറ്റേ കള്ളുമേരിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടാ? ആ, എന്താന്നറിയില്ല, കയ്യിലൊരു തുണിയൊക്കെ ഉണ്ട്, കൂടെ കുറെ ആൾക്കാരും. എന്നാ പിന്നെ നേരത്തെ പറയല്ലടാ. ഇയാളുടെ ഒരു തോക്കും ഒടുക്കത്തെ വെടിവെപ്പും കിടന്നോടാ ഞാൻ. ആശാരോട് മാറിക്കടാ. മേരി ഉണ്ട്. മേരി കുളി കഴിഞ്ഞ് തുണി മാറി. ആശാരേ, ഇതാണല്ലേ ഷോർട്ട് കട്ട്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ല, ഇത് എന്റെ പുതപ്പല്ലേ? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? രാവിലെ തുണി കഴിയപ്പോ ഞാനിത് എവിടെയെല്ലാം തിരക്കിന്നറിയോ? അത് തന്നെ എനിക്ക് അറിയേണ്ടത്. നിന്റെ ഈ പുതപ്പ് എങ്ങനെ എന്റെ വീട്ടിലെത്തിയത്? എന്താ പ്രശ്നം? ഓ, വന്നോ? രാവിലെ തന്നെ ഈ തോക്കും പൊക്കി പിടിച്ച് ആര് വെടിവെക്കാൻ വന്ന മനുഷ്യ? എടി, ഞാൻ കൊക്കിനെ വെടിവെക്കാൻ. നിങ്ങളുടെ ഒരു സത്യം പറ മനുഷ്യ, ഇവളെ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മളെ വീട്ടിൽ വന്നത്? നീ ഇതിനാണോ രാവിലെ ഇത് പൊക്കി പിടിച്ചോണ്ടിങ്ങോട്ട് വന്നത്? നിന്റെ ഒരു കാര്യം കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞോ. നിങ്ങൾ അറിയാതെ അത് അവിടെ വരില്ല. എടി, ഞാനത് ഇന്നലെ പന്നീനെ വെടിവെക്കാൻ വേണ്ടി പോയില്ലേ രാത്രി? പന്നീനെയാണോ അതോ എന്നിട്ട് വെടി വെച്ചു, പക്ഷെ കൊണ്ടില്ല. എന്നിട്ടെന്താ? വെടി കൊണ്ടില്ലല്ലോ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് പന്നീന്റെ മുഖമൊക്കെ അങ്ങ് ചോന്ന് തൊടുത്തിരിക്കുക, ദേഷ്യം പിടിച്ചിട്ടേ. പിന്നെ ഒരു 1.5 മണിക്കൂർ ഞാനും മേരിയും തമ്മിൽ, അല്ലല്ല ഞാനും പന്നിയും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നില്ലേ. പിന്നെ ദേഷ്യം പിടിച്ചവരെ എനിക്ക് എന്റെ സ്വഭാവം അറിയില്ലോ. ഒന്നും നോക്കില്ല, താലങ്ങ വിലങ്ങ അടിച്ചാൽ കൊന്നില്ലേ. അതിനല്ലേ നമ്മൾ ഇന്ന് രാവിലെ കറി വെച്ച് കൂട്ടി തന്റെ പൊന്നേ. അതൊക്കെ ശരി, പക്ഷെ ഈ ബെഡ്ഷീറ്റ് എങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എന്താ നമ്മുടെ വീട്ടിലെ ബെഡ്ഷീറ്റ് പറ്റത്തില്ലേ? എടി, ഞാൻ പറഞ്ഞില്ലേ, പന്നിമേ മലപ്പിടുത്തം പിടിച്ചപ്പോ മേരിയാ മുണ്ടാന്നത്. അതിലാകെ ചളിയായിരുന്നില്ലേ. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾ ഇവളുടെ വീട്ടിൽ തന്നെ വന്ന് കയറിയത്? എടി, അതിപ്പോ എനിക്ക് പറയാൻ പറ്റുമോ പന്നീരോട്? മേരിയുടെ ഇവിടെ അവിടെയുണ്ട്, അതിലോടണ്ട, നമ്മുടെ വഴി ഓടിയാ മതിയെന്ന്. അപ്പോ ആ രാത്രിക്ക് നിങ്ങൾ തുണിയില്ലാട്ടോ മനുഷ്യ ആ വീട്ടിൽ ചെന്ന് കേറിയത്? അതാണല്ലോ പതിവ്. എന്റെ കർത്താവേ. എടി, അത് പിന്നെ എന്നാ പിന്നെ ഈ ബെഡ്ഷീറ്റിന് പകരം നിങ്ങൾക്കൊരു മുണ്ട് വാങ്ങി കൊടുത്തൂടായിരുന്നോ? അത് മുണ്ടാന്ന് ഞാൻ ഉടുത്തത്. അല്ല, രാത്രി ആയതുകൊണ്ട് മനസ്സിലായില്ല മുണ്ടാന്നോ ബെഡ്ഷീറ്റാണോ എന്ന്. അല്ലേ മേരി? നിങ്ങളുടെ മുണ്ട് ഞാനിവിടെ കഴുകിയിട്ടിട്ടുണ്ട്, വേണേ എടുത്തിട്ട് പോ. ഓഹോ. പോട്ടെ മേരി. എന്താടാ പോയി എന്നെ ഇതുപോലെ വെടിവെക്കാൻ പഠിപ്പിക്കാമോ? ഞാൻ വെടിവെച്ചതിന് ക്ഷീണം തീർത്തില്ല, അപ്പോഴാ അവന്റെ വെടി.
ജസ്റ്റിന, നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചാച്ചൻ പറഞ്ഞിരുന്നു അച്ഛൻ കുറെ വഴക്ക് പറഞ്ഞ കാര്യം. ഒരു കന്യാസ്ത്രീക്ക് പറ്റിയ ജോലിയല്ല ഞാൻ ചെയ്യുന്നതെന്നും ക്യാമറയൊക്കെ തൂക്കി ആണുങ്ങളുടെ കൂടെയുള്ള ഈ നടത്തത്തെക്കുറിച്ചും. അതെ, പറഞ്ഞു. ഒരു കന്യാസ്ത്രീ ജീവിതത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ കുറേയൊക്കെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ വർക്കുകളും എടുക്കാറില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം. അതും റിലേറ്റീവ്സിനെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അതും 2 കുട്ടികളെ. ശരി ശരി, ഞാൻ നിന്നോട് തർക്കിക്കുന്നില്ല. നിന്റെ മനോഭാവം തിരുത്താൻ പറ്റാവുന്നതല്ലെന്ന് മനസ്സിലായി. എന്നാലും പറയാതിരിക്കാനാവില്ലല്ലോ. സഭയുടെ അനുഭവത്തോടെ മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ആർക്കും ദോഷം വരുന്നൊന്നും ചെയ്യുന്നുമില്ല. ശരിയായിരിക്കാം. പക്ഷേ കാലാകാലങ്ങളായി സഭയും നമ്മളും പിന്തുടരുന്ന ചില ചട്ടങ്ങളൊക്കെയുണ്ട്. കാലാനുസൃതമായി മാറേണ്ടത് തന്നെയല്ലേ ചട്ടങ്ങൾ അച്ചോ? നിഷേധം കാണിക്കുന്നവരോട് വേദാന്തം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞ് എന്നെ നിഷേധിയാക്കാണ്. ഓ, ജസ്റ്റിനെ പൊക്കോളൂ. ഞാൻ മോളെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്താമേ? എൻ്റെ മോനേക്കാൾ വിശ്വാസം എനിക്ക് നിന്നെയാണ്. ഒത്തിരി ഇഷ്ടവുമായിരുന്നു. ഈ ഉടുപ്പിട്ടില്ലായിരുന്നെങ്കിൽ ജോമോൻ്റെ പെണ്ണായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയനെ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ. ഇനി അതൊന്നും ഓർമ്മിപ്പിക്കണ്ട. ഞാനിപ്പോൾ ഈ ഉടുപ്പിനെ സ്നേഹിച്ചു തുടങ്ങി. എനിക്കറിയാം. ജോമോൻ ഇടയ്ക്കിടയ്ക്ക് പറയും മോളി ഉടുപ്പൂരി വന്ന അവൻ സ്വീകരിക്കുമെന്ന്. അവന്റെ മനസ്സിൽ ഇന്ന് നീയുണ്ട്. അവന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ അവൻ വന്ന് വിളിച്ച മോൾ ഇറങ്ങി വരരുത്. മോളുടെ ചാച്ചൻ, അമ്മ, അനിയത്തി ഇവർക്കൊക്കെ ആളുകൾക്കിടയിൽ തല ഉയർത്തി തന്നെ ജീവിക്കേണ്ടതല്ലേ? അമ്മ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? അങ്ങനെ വരാനായിരുന്നെങ്കിൽ എനിക്ക് അന്നേ വരായിരുന്നു. അന്നേ ചാച്ചൻ്റെ അമ്മയുടെയൊക്കെ മുമ്പിൽ ജയിക്കാനായിരുന്നെങ്കിൽ അന്നേ ഞാൻ ഇറങ്ങി വരുമായിരുന്നു. പക്ഷേ അത് ജോമോനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല, മറിച്ച് ഞാൻ കാരണം 2 കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവരുതെന്ന് കരുതി. എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഞാൻ വില കൽപ്പിച്ചത് നിങ്ങളുടെയൊക്കെ വാക്കുകൾക്കാണ്. ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു. മാത്രമല്ല മോളെ വലിയ ഇഷ്ടവുമായിരുന്നു. പക്ഷേ ഇറച്ചിവെട്ടുകാരൻ്റെ മോന് പെണ്ണു കൊടുക്കില്ല എന്നും പറഞ്ഞ് മോളുടെ ചാച്ചൻ ഞങ്ങളെ ഒത്തിരി അപമാനിച്ചു. കഴിഞ്ഞു ഒന്നിനെ ഓർമ്മപ്പെടുത്തണ്ട അമ്മേ. അമ്മ ഇപ്പോൾ പറയാതെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ജോമ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരരുതെന്ന്. ഇല്ല, അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ മോളെ കണ്ട കാര്യം ജോമോൻ അറിയണ്ട. അവനോട് പറയരുത്. ഇല്ലമ്മേ, അമ്മ പോയിക്കോളൂ. ഞാൻ ഒരിക്കലും പറയില്ല. മോൾക്ക് എന്നോടൊന്നും തോന്നരുത്.